നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ തന്നെയായിരിക്കും വംശഹത്യക്കാരനായ നെതന്യാഹുവിന്റെ അന്ത്യമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് ഉർദുഗാനെ സദ്ദാം ഹുസൈനുമായി താരതമ്യപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഉരുളയ്ക്കുപ്പേരി പോലെ തുർക്കിയുടെ മറുപടി. ലിബിയയിൽ അണക്കെട്ട് തകർന്നുണ്ടായ പ്രളയത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 12 ഉദ്യോഗസ്ഥർക്ക് ജയിൽ ശിക്ഷ. കഴിഞ്ഞ വർഷമാണ് ലിബിയയിലെ ദേർണയിൽ നിരവധി അണക്കെട്ടുകൾ തകർന്ന് ദുരന്തമുണ്ടായത്. ജർമ്മനിയിൽ ദീർഘദൂര മിസൈലുകൾ സ്ഥാപിക്കാനുള്ള നീക്കവുമായി US മുന്നോട്ടു പോയാൽ ആണവായുധങ്ങളുടെ ഉൽപാദനം പുനരാരംഭിക്കുമെന്നും ശീതയുദ്ധത്തിന് സമാനമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ നാവിക ദിനത്തിൽ സംസാരിക്കവെയാണ് പുടിൻ യുഎസിന്റെ നീക്കത്തെ വിമർശിച്ചത്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിച്ചത് $200 മില്യൺ എന്ന കണക്കുകൾ. ഇതിനു പുറമെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി വോളണ്ടിയറാകാൻ സന്നദ്ധത വ്യക്തമാക്കി മുന്നോട്ടെത്തിയത് 1,70,000 പേരെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. US റോച്ചസ്റ്റർ പാർക്കിൽ ഞായറാഴ്ച വൈകിട്ടുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI ഡൽഹി റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തു. AAP ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനും പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ മറ്റു പ്രതികൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ കുറ്റങ്ങൾ ചുമത്തിയതായാണ് വിവരം. ബേസ്മെന്റിൽ പ്രവർത്തിച്ച ലൈബ്രറിയിൽ മലിനജലം കയറി 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിന് പിന്നാലെ ഓൾഡ് രാജേന്ദ്ര നഗറിലെ 13 പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം വകുപ്പ് സെക്രട്ടറി ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് കത്തയച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസ് പറഞ്ഞു. പ്രാർത്ഥനാ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ മനു ഭാക്കറിന്റെ പ്രശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര നേട്ടമെന്നാണ് മോദി ട്വിറ്ററിൽ കുറിച്ചത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.